ഹായ് ഹലോ നമസ്കാരം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത്. ഒരുപാട് വർക്ക് റിലേറ്റഡ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണമാണ്. നാട്ടിൽ ഒരുപാട് ബഹുലമായ ഒരുപാട് കാര്യങ്ങൾ നടക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും ഒരുപാട് കാര്യങ്ങൾ. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു കോഴിക്കോട് യുവാവിൻ്റെ ആത്മഹത്യയെ തുടർന്നുണ്ടായ സംഭവങ്ങൾ, അതിന് മുന്നോടിയായി നടന്ന സംഭവങ്ങളും. ഓക്കെ, ചെറിയൊരു ഓവർവ്യൂ തരാം. അതായത് കഴിഞ്ഞ ഫ്രൈഡേ വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത്. പയ്യന്നൂർ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി ബസ്സിലുണ്ടായ സംഭവം. അതായത് ഒരു സ്ത്രീ, കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയുന്നില്ല, ഒരു സ്ത്രീ, ഒരു യുവാവ് തന്നെ സെക്ഷലി അസോൾട്ട് ചെയ്യുന്നു എന്ന രീതിയിലൊരു വീഡിയോ ചിത്രീകരിച്ചിരുന്നു. ബസ്സിൽ കൈകൊണ്ടിടിക്കുന്ന പോലെ ആദ്യം ഒരു ക്ലിപ്പ് ഇട്ടു, രണ്ടാമത് വേറൊരു ക്ലിപ്പ് ഇട്ടു, കൈകൊണ്ടിടിക്കുന്ന പോലെ. ആ ഒരു സംഭവം നമ്മൾ കണ്ടതാണ്. അതിനെ തുടർന്ന് ഒരുപാട് നെഗറ്റീവ് റിയാക്ഷൻസും നെഗറ്റീവായിട്ടുള്ള കമൻസും ആ ഒരു സ്ത്രീക്ക് വരാൻ തുടങ്ങിയിരുന്നു സോഷ്യൽ മീഡിയാസിൽ. അപ്പോൾ അതിനെ തുടർന്നൊരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ അവർ പിന്നെ ഒരു വീഡിയോ കൂടി ഇട്ടു. നമുക്ക് ഇതിനെക്കുറിച്ചെല്ലാം, എന്താണ് ന്യൂസ് ആർട്ടിക്കിൾസ്, എന്താണ് ഈ ആത്മഹത്യ ചെയ്ത ആളുടെ വീട്ടുകാരും കുടുംബക്കാരും ബാക്കി വേണ്ടപ്പെട്ടവരും എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ. സംസ്ഥാന വ്യാപകമായി മലയാളികളുള്ള എല്ലാ സ്ഥലത്തും ഇത് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെ രാവിലെയാണ് ദീപകിനെ മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തുകയും ചെയ്തത്, തൂങ്ങി മരിക്കുകയാണ് ചെയ്തത്. അതായത് ഈ ദൃശ്യത്തിലുള്ളത് ദീപക്കാണെന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അതിന്റെ മാനസിക സംഘർഷത്തിലും വിഷമത്തിലും അദ്ദേഹം ആത്മഹത്യ ചെയ്തുവെന്നാണ് കുടുംബാംഗങ്ങളും കൂട്ടുകാരും ബന്ധുക്കളൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് ദീപക് ഒരു സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിരുന്നില്ല എന്ന കാര്യം പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഈ സംഭവത്തിന് ശേഷം പല സ്ഥലത്തു നിന്ന് പോലീസിന് വലിയ രീതിയിലുള്ള പരാതി ലഭിക്കുന്നുണ്ട്. രാഹുൽ ഈശ്വർ തുടങ്ങി ഈ മേഖലയിൽ ഇടപെടുന്ന സാമൂഹ്യ പൊതുപ്രവർത്തകരെല്ലാം തന്നെ മുഖ്യമന്ത്രിക്കും DGPക്കും കോഴിക്കോട് സിറ്റി പോലീസിന്, അതായത് ഇത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ദീപകിന്റെ വീടുള്ളത്. ഈ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തത് മെഡിക്കൽ കോളേജ് പോലീസാണ്. പക്ഷേ നടക്കാവ് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ പല പോലീസ് സ്റ്റേഷനുകളിലേക്കും ആളുകൾ പരാതി ഓൺലൈൻ വഴിയൊക്കെ തന്നെ അയക്കുന്നുണ്ട്. പോലീസ് എല്ലാത്തിനും ഈ പരാതി സ്വീകരിച്ച് രസീത് നൽകുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പോലീസ് ഈ വിഷയം ഗൗരവത്തിലെടുത്ത് അന്വേഷിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഈ യുവതിയും ഈ ദീപക്കും സഞ്ചരിച്ച ബസ്സിലെ ജീവനക്കാരെ കണ്ടെത്തണം, ഇവർക്കൊപ്പം അന്നേ ദിവസം യാത്ര ചെയ്ത യാത്രക്കാരെ കണ്ടെത്തണം, അവരുടെ വിവരങ്ങൾ ശേഖരിക്കണം. കാരണം ഇത്തരത്തിലൊരു സംഭവം നടന്നോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം യുവതി പറയുന്ന പ്രകാരം ദീപക് ലൈംഗിക അതിക്രമം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൈ തട്ടുന്ന ഒരു ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പലതരത്തിലുള്ള, അന്ന് തന്നെ വെള്ളിയാഴ്ച മുതൽ തന്നെ പലതരത്തിലുള്ള കമന്റുകൾ വന്നിരുന്നു. യുവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കമന്റുകൾ അതിൽ വന്നിരുന്നു. അതിനുശേഷം യുവതി വീണ്ടും ഇൻസ്റ്റാഗ്രാമിൽ അത് വിശദീകരിച്ചുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ദീപക് ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതിൽ ഓക്കെ, നമ്മളിപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞു. അതിൽ ഈ പറഞ്ഞ ദീപക് എന്ന വ്യക്തി സ്വന്തം കാര്യം നോക്കുകയല്ലാതെ ഒരു തരത്തിലും മറ്റൊരു ആ സ്ത്രീയെ ശല്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിലേക്ക് ഇൻ്റർഫിയർ ചെയ്യുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഒബ്സർവ് ചെയ്യാൻ പറ്റിയില്ല. ആദ്യത്തെ ക്ലിപ്പാണെങ്കിലും ശരി, അതിൽ ആളുടെ തന്നെ കാര്യം നോക്കി നിൽക്കുകയാണ്. അതും നല്ല ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ്. രണ്ടാമത്തെ ക്ലിപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അയാളുടെ അടുത്തേക്ക് ആ കുട്ടിയാണ് നിൽക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ചെറിയ ടച്ചിന് ശേഷം ആൾ അത്രയ്ക്ക് അവെയറായതും അത്രയ്ക്ക് അലേർട്ടായതും നമുക്ക് കാണാം. ആ ഒരു റിയാക്ഷൻ നമുക്ക് കാണാം. ശരിക്കും ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ചീത്ത ഉദ്ദേശം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് പിന്നെയും കണ്ടിന്യൂ ചെയ്ത് അത് എൻജോയ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു റിയാക്ഷനും അയാളുടെ ഭാഗത്തു നിന്നില്ല. നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റും. കയ്യിൽ ഫോൺ എന്തുകൊണ്ട് താഴേക്ക് ഇങ്ങനെ ഫോൺ നോക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എൻ്റെ ഒബ്സർവേഷൻസാണിത്. നമുക്കിനി ആളുടെ വീട്ടുകാർക്കും ആളുടെ ബോസിനൊക്കെ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. കോള് വരുമ്പോഴാണ്. എത്ര നാളായിട്ട് താങ്കളുടെ കൂടെ ഉണ്ട്? 7 വർഷത്തോളമായിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഡീലേഴ്സ് വിളിക്കുമ്പോൾ എൻ്റെ പുള്ളിയുടെ ഒരു
ദീപക് നല്ലത് അറിയുള്ളൂ. ഒരിടത്ത് പോലും ഒരിക്കൽ പോലും ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യവും കേട്ടിട്ടില്ല അങ്ങ്. പറഞ്ഞത് ഇപ്പോൾ സ്വന്തം സ്ഥാപനത്തിന്റെ ഉടമയാണ് സംസാരിച്ചത്. അദ്ദേഹം എത്ര വൈകാരികമായിട്ടാണ് ദീപകിനെ കുറിച്ച് പറയുന്നത് എന്ന് നമ്മൾ കേട്ടു. അപ്പോൾ ഇതെന്നൊക്കെ നമ്മൾ ഓക്കെ, നമുക്കപ്പോൾ ആദ്യം ഈ പ്രിമൈസിനെ കുറിച്ച് സംസാരിക്കാം. അതായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം സമയത്ത് ദീപക് എന്ന പേരുള്ള ആൾ ഗോവിന്ദപുരം കോഴിക്കോട് സ്വദേശിയാണ്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സിലാണ് ഇത് സംഭവിച്ചത്. ഈ പറയുന്ന യുവതി ഒരു സാമൂഹിക മാധ്യമത്തിൽ അത്യാവശ്യം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അതിൽ വീഡിയോസും ബാക്കി കണ്ടൻസും എല്ലാം ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു അബ്യൂസോ അല്ലെങ്കിൽ മൊളസ്റ്റേഷനോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ ഡൗട്ട് മെയിനായിട്ട് ഇതാണ്. അതായത് ഇങ്ങനെ മൊളസ്റ്റേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അബ്യൂസ് ഉണ്ടായി എന്നറിയുകയാണെങ്കിൽ ആദ്യം ആ സ്ത്രീക്ക് ചെയ്യേണ്ടിയിരുന്നത് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യുക എന്നതാണ്. അത് ആ കുട്ടി ചെയ്തിട്ടില്ല. ഇവർ പറഞ്ഞു വെക്കുന്നത് വടകര പോലീസിന് കംപ്ലയിൻറ്റ് ചെയ്തു എന്നാണ്. പക്ഷേ വടകര പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിക്കുകയുണ്ടായി ഒരുപാട് ന്യൂസ് റിപ്പോർട്ടേഴ്സും ന്യൂസ് മീഡിയാസും. പക്ഷേ അങ്ങനെയൊന്നും തന്നെ അവർക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ അവർ വേറെ സ്റ്റേഷന് കൊടുത്തിട്ടും ഇല്ല എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കറക്റ്റായിട്ടുള്ള ലോ അല്ലെങ്കിൽ ലോ എൻഫോഴ്സേഴ്സിനെ ഇൻഫോം ചെയ്തിട്ടില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ട് യൂസ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ആദ്യം ഒരു വീഡിയോ ഇട്ടു, അതും ഒരു തരത്തിലുള്ള ഒരു ഒത്തൻറ്റിസിറ്റിയോ ഒന്നുമില്ലാത്ത, ഒരു കഴമ്പുമില്ലാത്ത ഒരു ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി വീഡിയോ പോസ്റ്റ് ചെയ്തു. ഒരാളെ സത്യം പറഞ്ഞ വ്യക്തിഹത്യ ചെയ്ത പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നു എന്നറിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി ആളുടെ സൈഡിൽ നിന്ന് ഒരു റിയാക്ഷൻ വന്നിട്ടില്ല എന്ന് ഓർക്കണം. ആളെ കുറച്ചുകൂടി തേജോവധം ചെയ്യുന്ന രീതിയിൽ ആൾക്ക് മാനസികമായും സാമൂഹികമായിട്ടും ഇഷ്യൂസ് ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ സ്ത്രീയെ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇവർക്കൊരു പബ്ലിസിറ്റി അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് എന്ന രീതിയിൽ ചെയ്യാതെ ആ ഒരു ടോപ്പിക്ക് ഫോക്കസ് ചെയ്ത് നമുക്ക് പ്രതികരിക്കാം. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളും ഈ ഒരു സ്ത്രീയെ പോലെ എടുത്തു ചാടി എക്സാജറേറ്റഡ് ആയിട്ടുള്ള അപക്വത ആയിട്ടുള്ള റിയാക്ഷൻസ് ചെയ്യാതിരിക്കുക. കാരണം ഇപ്പോൾ ഈ ഒരു ആളിപ്പോൾ ചെയ്ത ഒരു ടെൻഷനിലായാലും സ്ട്രെസ്സിലായാലും ചെയ്ത ഈ ഒരു കാര്യം ഈ സ്ത്രീയും ചെയ്തേക്കാം. കാരണം മനുഷ്യൻ്റെ മനസ്സാണ്, എപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു സ്ഥിതിയിൽ മൊത്തം സംസ്ഥാനം, മീഡിയ, പൊതുജനം, ഒഫീഷ്യൽസ് എല്ലാവരും തന്നെ അവർക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു ബുള്ളിങ് അല്ലെങ്കിൽ ഈ ഒരു തരത്തിലുള്ള റിയാക്ഷൻ കണ്ട ഒരു ലിമിറ്റിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ സൈഡിൽ നിന്ന് ആ ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ ആ ഒരു നിർബല നിമിഷത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അതെല്ലാം നമ്മുടെ ലെവലെ വിട്ട് അബ്യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഇൻസിഡൻറ്റ് നല്ലൊരു പര്യവസാനത്തിലേക്ക് എത്തില്ല. അതെങ്ങും പോവാത്ത രീതിയിലാവും. എന്താണ് ചെയ്യേണ്ടത് എന്ന് കോടതിക്കും പോലീസിനും അന്വേഷണത്തിന് ശേഷം മനസ്സിലായതിന് ശേഷം വേണം നമ്മുടെ എന്തൊരു റിയാക്ഷനും. കാരണം പോലീസ് പറഞ്ഞ പോലെ തന്നെ ഫുൾ പിക്ചർ കിട്ടാൻ ഇതുവരെ നടന്ന സംഭവങ്ങൾ എല്ലാം നന്നായി വിശകലനം ചെയ്ത് ആ ബസ്സിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ഏത് ബസ്സായിരുന്നു, ബസ് ജീവനക്കാർ, സ്റ്റാഫ്, ഇവരെല്ലാം ചോദ്യം ചെയ്തതിന് ശേഷമേ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അവർ ചെയ്യേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ ആദ്യം തന്നെ പോലീസിലായിരുന്നു റിപ്പോർട്ട് ചെയ്യേണ്ടത്. അവർ പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒരു തരത്തിലുള്ള നിയമ നടപടികളും പാലിച്ചിട്ടില്ല. നേരെ വന്ന് വീഡിയോ ആണ് ഇടുകയുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടു അവർ വടകര പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ മീഡിയ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒന്നും തന്നെ ഒരു കേസും വടകര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വേറൊരു പോലീസ് സ്റ്റേഷൻ അവർ കൈമാറിയിട്ടുമില്ല. അപ്പോൾ അങ്ങനൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവർ നേരെ തന്നെ ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ ഒരു മീഡിയ സ്റ്റണ്ട് എന്ന രീതിയിൽ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തെ വീഡിയോനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. ഇനി
പറയാൻ പോകുന്നത് ഈ ഒരു ആളുടെ വീട്ടിലെ അവസ്ഥ. ഒറ്റ മോനാണ്, അമ്മയും അച്ഛനുമാണ് വീട്ടിലുള്ളത്. അവരുടെയൊക്കെ ഇപ്പോഴുള്ള സ്ഥിതി നിങ്ങൾ കാണേണ്ടതാണ്. വളരെയധികം ദയനീയമായിട്ടാണ് അവരുടെ സ്ഥിതി ഇപ്പോൾ ഉള്ളത്. അതായത് തീർത്തും ഇമോഷണലി അത്രയ്ക്ക് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. ഞാൻ 1-2 വീഡിയോ കണ്ടു, അത് പറ്റുമെങ്കിൽ ഞാൻ പിൻ ചെയ്യാം അവസാനം, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അത്രയ്ക്ക് പരിതാപമായ സ്ഥിതിയിലാണ്. അതുമാത്രമല്ല, ആളുടെ സഹോദരങ്ങളായാലും ഫ്രണ്ട്സായാലും ബോസ്സാണെങ്കിലും എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു ആളെക്കുറിച്ച്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അലിഗേഷൻസ് വന്നതെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ ഇതിന് ശേഷമുണ്ടായ കുറച്ച് ചർച്ചകളുണ്ട്. അതായത് പുരുഷന്മാർ സംരക്ഷണം വേണോ, പുരുഷന്മാർ സുരക്ഷിതരാണോ, അല്ലെങ്കിൽ ഈ നിയമങ്ങളെല്ലാം വൺ സൈഡഡ് ആണോ, മെൻ കമ്മീഷൻ്റെ ആവശ്യമുണ്ടോ, രാഹുൽ ഈശ്വറെ പോലെയുള്ളവരുടെ വാദങ്ങളെല്ലാം ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രസക്തി ഉള്ളതാണെന്നൊക്കെയുള്ള ഒരുപാട് വാദങ്ങൾ വരുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അതിലോട്ടെല്ലാം പോകുന്നതിന് മുമ്പ് ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൻ്റെ സത്യാവസ്ഥ 100% മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിലേക്ക് കടക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭ്യർത്ഥന, അല്ലെങ്കിൽ എൻ്റെ ഒരു വീക്ഷണം. നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് കമൻറ്റ് രേഖപ്പെടുത്താം. ലെറ്റ്സ് സീ. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു, ബൈ.